എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന മാത്സുമായി ബന്ധപ്പെട്ട് 10th ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതും 2024 നടത്തിയ 10th ലെവൽ നമ്മുടെ LDC പരീക്ഷയുടെ അതേ സിലബസ് പ്രകാരം നടത്തിയ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ 74ാമത്തെ ചോദ്യം വരെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു ഈ ഒരു ചോദ്യ പേപ്പറിൽ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന 75ാമത്തെ ചോദ്യമാണ് ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു മട്ടത്രികോണമാണ് നമുക്കറിയാം. മട്ടത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു വശത്തെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത്. ഒരു കോണ് ഇവിടെ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കോണും എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മട്ടത്രികോണം നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കോൺ 45, മറ്റൊരു കോൺ 45, മൂന്നാമത്തെ കോൺ മട്ടത്രികോണമായതുകൊണ്ട് 90 ഡിഗ്രി. ഇത്തരത്തിൽ വരുന്ന മട്ടത്രികോണങ്ങളെയാണ് നമ്മൾ സമപാർശ്വ മട്ടത്രികോണങ്ങൾ എന്ന് പറയുന്നത്. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഈ പാദവും ലംബവും തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഈ കർണം എന്ന് പറയുന്നത്, അതായത് റേഷ്യോ പ്രകാരം പറയുകയാണെങ്കിൽ 1:1:√2 എന്നായിരിക്കും ആ ഒരു റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ നമ്മുടെ ചോദ്യത്തിൽ ഇതിൽ നമ്മുടെ ലംബത്തിന്റെ നീളം 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഇതിന്റെ പാദം എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 8 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം ഇതൊരു സമപാർശ്വ മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് കർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പാദത്തിന്റെ സ്ക്വയർ അതായത് 8 സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ അതായത് 8 സ്ക്വയർ. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ 2 × 8 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ആ 8 സ്ക്വയർ സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് 8 എന്നായിട്ട് മാറും. ഇനി അതിൻ്റെ ഉള്ളിൽ √2 മാത്രമാണുള്ളത്. അതായത് 8√2 എന്നതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 8√2 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 എന്ന് തന്നിട്ടുണ്ട്. ആ ഒരു ബിന്ദുവിലാണ് തന്നിട്ടുണ്ട്. വൃത്തത കേന്ദ്രം 3-4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ വൃത്തത്തിന്റെ വ്യാസം നമുക്ക് ഈ ഒരു ലൈനായിട്ട് എടുക്കാം. വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് ഈ ഒരു ലൈനായിട്ട് നമുക്ക് എടുക്കാം. എന്താണ് വ്യാസം എന്ന് പറയുന്നത്? വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു വൃത്തമാണെങ്കിൽ, ഇതൊരു വൃത്തമാണെങ്കിൽ, ഇത് വൃത്തകേന്ദ്രമാണെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ വ്യാസം തന്നിട്ടുണ്ട്. ആ വ്യാസത്തിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് 1,4. അപ്പോൾ ഒരറ്റം ഞാനിവിടെ 1,4 എന്ന് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കേന്ദ്രം, വൃത്തത്തിൻ്റെ ആ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ 3-4 എന്നാണ് തന്നിരിക്കുന്നത്. 3-4 എന്നാണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ആ ഒരു അറ്റത്തുള്ള ആ ഒരു സൂചക എന്ന് പറയുന്നത് x2 എന്നും ഞാൻ y2 എന്നും എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മളെ ഈ ഒരു വൃത്ത കേന്ദ്രത്തിലെ ഈ 3 എന്ന് പറയുന്നത് x ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക എന്ന് വിചാരിക്കാം. 4 എന്ന് പറയുന്നത്, അതായത് -4 എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ട് എടുക്കുക എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ബിന്ദുവിലെ 1 എന്ന് പറയുന്നത് x1 ആയിട്ടും അതേപോലെ തന്നെ 4 എന്ന് പറയുന്നത് y2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ x1 പ്ലസ് ഇവിടുത്തെ ഈ x2 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ y-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y1, അതായത് ഈ y1 പ്ലസ് ഈ y2 ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള വാല്യൂകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? y2-ൻ്റെയും x2-ൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ x2-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകാം. അതിനുവേണ്ടി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ, 3 ആണെന്ന് നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ 3 = x1 എന്ന് പറയുമ്പോൾ എത്രയാ? 1 ആണ്. 1 + x2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് നേരെ ഇങ്ങോട്ട് ഗുണിച്ചാൽ എത്ര വരും? 6 എന്ന് വരും. ഇത് ഇങ്ങോട്ട് വന്നാൽ -1 എന്നാണ് വരിക. അപ്പോൾ 6 - 1 എന്ന് പറയുമ്പോൾ 5 എന്നാണ് വരിക. ഇനി നിങ്ങൾ ചെയ്യാനൊന്നും പോകരുത്. കാരണം ഓൾറെഡി എക്സ് എന്ന് പറയുന്നത് 5 വെച്ച് വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അത് ഏതാണ്? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതാണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ചോദ്യത്തിൽ കിട്ടും. ഇനി നമുക്ക് y2-ൻ്റെ വാല്യൂയും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ y-ൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കേണ്ട -4 എന്നാണ്. -4 = y1 എന്ന് പറയുമ്പോൾ 4 ആണ്. 4 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 ആണ്. ഇതാ ഇങ്ങോട്ട് ഞാൻ ഗുണിക്കുമ്പോൾ -8 എന്ന് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, -ആയി നിങ്ങൾ മറന്നു പോകരുത്. ഇനി എന്താണ്? -4 ആണ്. കാരണം ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ -4 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു y2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? -8 -4 ആണ്. ആ മൈനസിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 8 + 4 എന്ന് വരും. അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടും? -12 എന്നാണ് കിട്ടുക. അതായത്
x2 എന്ന് പറയുന്നത് 5ഉം y2 എന്ന് പറയുന്നത് -12ഉമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഓൾറെഡി നമുക്ക് x2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ 5 എന്ന് പറയുന്നത് വേറെ ഓപ്ഷനിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്ഷൻ ഡി നേരെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് x1ഉം y1ഉം x2ഉം y2ഉം ഒക്കെ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തെറ്റായിട്ടുള്ള ഉത്തരം കിട്ടുകയും അത് ഓപ്ഷൻ ഉണ്ടാവുകയും അത് കറപ്പിക്കാൻ കൂടുതലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇനിയും വരും, പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2024 ചോദിച്ചു, LDCയിലും ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു രീതി പഠിക്കുക, ഈ ഒരു രീതി തന്നെ ചെയ്യുക, സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്നതാണ്. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞ ചോദ്യം എന്ത് ചെയ്യണം, അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മാത്സിന്റെ ഒരു പ്രത്യേകത എന്താണ്, ചോദ്യങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുക. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഒരു അതിവർഷമാണ്. അവിടെ അതിവർഷം എന്ന് പറയുമ്പോൾ എന്താണ്, ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും, 29 ദിവസം ഉണ്ടാവും. ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് അതിവർഷത്തിന്റെ പ്രത്യേകത. സാധാരണ വർഷം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ 28 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന അതിവർഷം എന്നാണ് പറയുന്നത്. അതിവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 366 ദിവസം അവിടെ ഉണ്ടായിരിക്കും. ഈ ഒരു അതിവർഷത്തിൽ സാധാരണ ഒരു വർഷമാണെങ്കിലും അതിവർഷമാണെങ്കിലും അവിടെ ടോട്ടല് എത്ര ആഴ്ചകൾ ഉണ്ടായിരിക്കും, അവിടെ ടോട്ടല് 52 ആഴ്ചകൾ ഉണ്ടായിരിക്കും. ഇനി ഒരു അതിവർഷമാണെങ്കിൽ 52 ആഴ്ച പ്ലസ് 2 ദിവസം അവിടെ ഉണ്ടായിരിക്കും. അതേ സമയത്ത് സാധാരണ വർഷമാണെങ്കിൽ 52 ആഴ്ച പ്ലസ് 1 ദിവസമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. ടോട്ടൽ ഒരു അതിവർഷത്തിന്റെ കേസിൽ 366 ദിവസവും സാധാരണ വർഷത്തിന്റെ കേസിൽ 365 ദിവസവുമാണുള്ളത്. 366/7 ചെയ്താൽ നമുക്ക് ആഴ്ചയുടെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് 52 ആഴ്ചയും അതേപോലെ തന്നെ ശിഷ്ടം 2 വരും. അപ്പം 2 ദിവസം അധികവുമുണ്ട്. അതേ സമയത്ത് സാധാരണ വർഷത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ 52 ആഴ്ചയും 1 ദിവസമാണ് അധികമായിട്ട് വരുന്നത്. അതായത് ഈ 52 ആഴ്ചകളിൽ എത്ര ഞായറാഴ്ച ഉണ്ടായിരിക്കും, 52 ആഴ്ചകൾ, ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച വെച്ച് 52 ആഴ്ചയിൽ 52 ഞായറാഴ്ച ഉണ്ടായിരിക്കും. പിന്നീട് അവിടെ അവശേഷിക്കുന്ന ഈ 2 ദിവസം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഏത് ദിവസം അവിടെ വരാലോ. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം 53 ആകാനുള്ള സാധ്യത ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, 2/7 എന്നതാണ് ഉത്തരമായിട്ട് വരിക. അതിവർഷമാണെങ്കിൽ ഇത് കാണാപാഠം പഠിച്ചു വെച്ചോ. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ, ഒരു അതിവർഷത്തിൽ 53 തിങ്കളാഴ്ചകൾ, ഒരു അതിവർഷത്തിൽ 53 ചൊവ്വാഴ്ചകൾ, ഒരു അതിവർഷത്തിൽ 53 ബുധനാഴ്ചകൾ. അങ്ങനെ എന്ത് ചോദിച്ചാലും ഉത്തരം എന്താണ്, 2/7 ആണ്. എന്തുകൊണ്ടാണ്, ആ 2 ദിവസത്തിൽ ഈ 7 ദിവസവും വരാനുള്ള സാധ്യതയുണ്ട്. 7 എണ്ണത്തിൽ ആ 2 ദിവസത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, 2/7 എന്നാണ് വരിക. ഇനി അതേ സമയത്ത് ഇനി സാധാരണ വർഷമാണെങ്കിലോ അധികമായിട്ട് വരുന്നത് ഈ 1 ആണ്. ഒരു ദിവസമാണ് അധികമായിട്ട് വരുന്നത്. അവിടെ ഈ 53 ഞായറാഴ്ചകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരമായിട്ട് വരിക, 1/7 എന്നാണ് ഉത്തരമായിട്ട് വരിക. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം ഏതെങ്കിലും ഒരു ദിവസം വരാനുള്ള സാധ്യത ചോദിച്ചാൽ 1/7 ആണ്. ഒരു അതിവർഷത്തിൽ 53 പ്രാവശ്യം ഏതെങ്കിലും ഒരു ദിവസം വരാനുള്ള സാധ്യത ചോദിച്ചാൽ കണ്ണും പൂട്ടി കുത്തിക്കോ, 2/7 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒരു അതിവർഷത്തിൽ എന്താണ്, ഈ പറയുന്ന ഓഡ് ഡേയ്സുകളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. അതേപോലെ സാധാരണ വർഷമാണെങ്കിൽ ഒരു ദിവസമാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ തന്നിരിക്കുന്ന ഈ പോയിന്റുകൾ 1/7ഉം 2/7ഉം കാണാതെ പഠിച്ചു വെക്കുക. അത് അതേപോലെ തന്നെ ഓപ്ഷനിലേക്ക് കറപ്പിക്കാം. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ എ ആണ് 77ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞായറാഴ്ച, അതായത് ഒരു കാര്യം കൂടി ഓർക്കുക, ഇവിടെ ഇപ്പോൾ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഈ 366 ദിവസമാണല്ലോ ടോട്ടൽ ഉള്ളത്. അതിൽ 52ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ 2 ദിവസം ബാക്കിയുണ്ടല്ലോ.
ഒന്നാമത്തെ ദിവസം ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക. തൊട്ടടുത്ത ദിവസം ഏതായിരിക്കും? തിങ്കളാഴ്ച അല്ലേ? അപ്പോൾ അതിവർഷത്തിൽ ഒരു ആഴ്ചയുടെ ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. അതിവർഷത്തിൽ ആ വർഷം ആരംഭിക്കുന്ന ആഴ്ച, ആ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസമില്ലേ, അതെന്ത് ചെയ്യും? 53 പ്രാവശ്യം വരും എന്ന കാര്യം ഓർക്കുക. അതേസമയത്ത് സാധാരണ വർഷത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴോ ആദ്യത്തെ ദിവസമായിരിക്കും എന്ത് വരിക? 53 പ്രാവശ്യം വരിക. അപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റും കൂടെ ഓർക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1/7 2/7 അതെങ്ങനെ വന്നു എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെയും അതിൻ്റെ ഉൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, അതിൻ്റെ ഉൽക്രമം എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ ഒരു സംഖ്യയുടെയും അതിൻ്റെ ഉൽക്രമണത്തിനും തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1/x ആണ്. അതെന്ന് പറയുന്നത് 6 ആണ് എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ഒന്നെങ്കിൽ നമുക്ക് ഓപ്ഷനിലൂടെ പോയിട്ട് ഓരോ ഓപ്ഷൻ ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിലൂടെ പോയിട്ട് ഇതിന് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നോക്കുക, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ എക്സ് ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ x² + 1/x = 6 എന്ന് വരും. ഇതിനെ നമ്മൾ x² + 1 = 6x എന്ന് വരും, 6x എന്ന് വരും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കോൺട്രാക്റ്റിക് ഇക്വേഷൻ്റെ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ x² - 6x + 1 = 0 എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ള കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് x = -b ± √b² - 4ac /2a എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ a എന്ന് പറയുന്നത് ഈ x² കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന നമ്പറിനെയാണ് നമ്മൾ a എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു നമ്പറാണ് b എന്ന് പറയുന്നത്, അതായത് -6 എന്ന് തന്നെ എടുക്കണം. c എന്ന് പറയുന്നത് ഇതാ ഇവിടെ നൽകിയിരിക്കുന്ന ആ 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഇപ്പോൾ ഇവിടെ x² കേസിൽ വരുമ്പോൾ അവിടെ ഒന്നുമില്ല, 1 കൊടുക്കണം. അതായത് എയുടെ സ്ഥാനത്ത് 1 ആണ് വരിക, സിൻ്റെ സ്ഥാനത്ത് 1 ആണ് വരിക, ബിൻ്റെ സ്ഥാനത്ത് -6 എന്നാണ് വരിക. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒരിക്കൽ കൂടി ഈ ഒരു ഇക്വേഷനിലേക്ക് വരുമ്പോൾ x = എന്താണ്? -b എന്നാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ബിൻ്റെ വാല്യൂ എന്താണ്? -6 ആണ്. അപ്പോൾ ഇവിടെ -6 എന്നാണ് വരിക. അപ്പോൾ അത് -6 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി? +6 എന്നായിട്ട് മാറി അല്ലെ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്താൽ +6 ആണ് വരിക. അപ്പോൾ 6 നമ്മൾ അവിടെ എഴുതി. ഇനി പ്ലസ് ഓർ മൈനസ് ആണ്. +or- സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? b² എന്ന് പറയുമ്പോൾ -6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കത് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. -4 × AC എന്നാണ്, 4AC എന്നാണ് വരിക. എന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ഈ x² അടുത്ത് 1 ആണുള്ളത്, 1x² എന്നാണ് അവിടെ പറയുക. അപ്പോൾ 1 ആണ് എന്റെ വാല്യൂ. ഇനി സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 × 1 × 1 എന്നാണ് വരിക. അതായത് നമുക്കത് എന്താണ് കിട്ടുക? 4 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 4 എന്ന് തന്നെയാണ് കിട്ടുക. ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? 2a എന്നാണ് വരിക. എന്റെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ 2 എന്ന് എഴുതിയാൽ മതി. ഇനി 36 - 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും അല്ലേ? 6 +or- (√32) / 2 എന്ന് വരും. ഈ 32നെ നമുക്ക് 16 × 2 എന്ന് എഴുതാം, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി. അപ്പോൾ (16 × 2) എന്ന് പറയുമ്പോൾ (16) എന്താണ്? 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ നമുക്ക് 6 +or- (4√2) എന്ന് വരും. ഓൾ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6/2 എന്ന് പറയുമ്പോൾ 3 ആണ്. +or- (4/2) എന്ന് പറയുമ്പോൾ 2 ആണ്. 2√2 എന്ന് വരും. അപ്പോൾ 3 +or - 2√2 ആണ് എക്സിൻ്റെ വാല്യൂ വരേണ്ടത്. നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത് 3+ എന്നാണ്. 3 + 2√2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 3 - 2√2 എന്ന് വന്നാലും ഉത്തരം വരും. 3 + 2√2 എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 3 + 2√2 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക.
ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനിൽ പോയിട്ട് ഉത്തരത്തിലേക്ക് വരണം. അതായത് ഞാൻ പറഞ്ഞു എക്സ് പ്ലസ് അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/x ആണ്. അത് ചെയ്താൽ കിട്ടുന്നതാണ് 6 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. 3 + 2√2 എന്ന് എഴുതി പ്ലസ് 1/3 + 2√2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുമെന്ന് ചെക്ക് ചെയ്യുക. അതായത് ഓരോ ഓപ്ഷനിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം അറിയില്ലെങ്കിൽ, ഈ ഒരു ഇക്വേഷനും ഈ സംഭവങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 3 + 2√2 × 3 + 2√2 + 1 all/3 + 2√2 എന്ന് കിട്ടി. ഇനി ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് a+b² എന്ന് പറയുന്ന ആ ഒരു ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരെ ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 3 × 3 എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. പിന്നെ 3 × 2√2 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 6√2 എന്ന് കിട്ടി. പിന്നെ 2√2 × 3 ചെയ്യുമ്പോൾ +6√2 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 2√2 × 2√2 ആണ്. അപ്പോൾ അവിടെ 4 × 2 8 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ +8 എന്ന് വരും. all/3 + 2√2 എന്ന് കിട്ടി. ഇനി 6√2ഉം ഇവിടെ 6√2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 + 12√2. അതുപോലെ 9ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണെന്നാണ് വരിക? 9 + 8. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടേണ്ടത് 17 എന്നാണ്. അതുകൂടാതെ ഈ ഒരു +1ഉം കൂടെ ഉണ്ട് അല്ലേ? ആ +1ഉം കൂടെ ഉണ്ട്, ഈ 1ഉം കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ 18 + 12√2 18 + 12√2 all/3 എന്താണ്? 3 + 2√2 എന്നാണ് വരുന്നത്. ഈ മോൾ ഭാഗത്ത് നിന്ന് നമുക്ക് 6നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 6 × 3 + 2√2 എന്ന് വരും. all/3 + 2√2 എന്ന് വരും. ഇതും വെട്ടിപ്പോവും. അവസാനം നമുക്ക് 6 കിട്ടി. അപ്പോൾ 6 ആണ് നമുക്ക് എന്താ തുകയായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 3 + 2√2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുന്നുണ്ട്. അതിൻ്റെ വ്യുൽക്രമം എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ലെങ്തി മെത്തേഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കുറേ സമയം എടുക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഒന്ന് വട്ടിട്ട് വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വട്ടിട്ട് വെച്ചിട്ട് അവസാനം പോയി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ 2 രീതിയിലും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. ഇത് കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യമാണ്. ഇത് LD ലെവൽ പരീക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വരാൻ പോകുന്ന LDC നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണം. വരാൻ പോകുന്ന LDCക്ക് മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകാനായിട്ടുള്ളത്. കാരണം 10 മാർക്കിന് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ഈ ഒരു ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് മാക്സിമം ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒറ്റ സംഖ്യകളെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കടന്നു വരും, മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് വേണം പോകണം. ഇതൊക്കെ നമ്മുടെ 10ാം ക്ലാസ് ലെവലും ഒക്കെയുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ച് ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം നമ്മൾ പോയിട്ട് SCRT വായിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്യുക. അപ്പോൾ അതിൽ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ പരീക്ഷയ്ക്ക് വീണ്ടും ഇതേപോലെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉത്തരം വീണ്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ചിത്രത്തിൽ C വൃത്തകേന്ദ്രം ABD എന്ന് പറയുന്നത് ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ C എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ്. ഈ പോയിന്റ് വൃത്തകേന്ദ്രമാണ്. ഇവിടെ ABD എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ഒരു കോണെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ACD എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു കോണില്ലേ, ഈ ഒരു കോണ് അതേ പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കോണ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിനോട് ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും അവിടെ വരിക ഈ കേന്ദ്രവുമായി ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന ആ ഒരു കോണ് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സെയിം പോയിന്റ് തന്നെയായിരിക്കണം. ഇപ്പം ഞാനിവിടെ C എന്ന് പറയുന്ന കേന്ദ്രമാണെന്ന് പറഞ്ഞു. A എന്ന് പറയുന്നതും D എന്ന് പറയുന്ന 2 പോയിന്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കോണ് ഞാൻ വരച്ചു, ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതേ സെയിം പോയിന്റ് തന്നെ വെച്ചുകൊണ്ട് മറ്റൊരു കോണ് നമ്മൾ വരച്ചു, ഈ D തന്നെ വെച്ചുകൊണ്ട്. അപ്പം ഒന്നാമത്തേൻ്റെ പ്രത്യേകത എന്താ? അത് കേന്ദ്രവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവിടെ കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് X ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? X/2 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ABD എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ ACD എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതിന് ഡബിൾ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ACD എന്ന് പറയുന്ന 60 തന്നിട്ട് ABD എത്രയാണെന്ന് വെച്ചാൽ
60ൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതി ഓർത്ത് വെക്കുക. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു കാര്യം അറിയുകയാണെങ്കിൽ ഒറ്റ അടിക്ക് പോയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇനി തെറ്റിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലോക്ക് എടുക്കുകയാണ്. ആ ക്ലോക്കിൽ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 12 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ 1 വരിക, പിന്നെ 2. അപ്പോൾ ഇവിടെ കേന്ദ്രം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ പോയിന്റ് ഇതിനെ ഇങ്ങനെ ബന്ധിപ്പിച്ചു. ഒന്നിടവിട്ട സംഖ്യ എന്നാണ് പറയുന്നത്. അതായത് 12 കഴിഞ്ഞാൽ പിന്നെ 2നെയാണ് ബന്ധിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ഉണ്ടല്ലോ? 30 + 30 60 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിടവിട്ട സംഖ്യ. 12 കഴിഞ്ഞാൽ 2, പിന്നെ 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതാ വരിക? 4, പിന്നെ 4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതാ വരിക? 6. ആ ഒരു രീതിയിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 74ാമത്തെ ചോദ്യം വരെ, അതായത് മാത്സുമായി ബന്ധപ്പെട്ട് 4ഓളം ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഇത് ഇതേപോലെ തന്നെ ചോദിക്കുള്ളൂ. ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ ആ വ്യാസത്തിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ച് പഠിച്ചു വെക്കുക. അത് അതേപോലെ തന്നെ ചോദിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ ഒരു ആംഗിളിൻ്റെ ചോദ്യവും അതേപോലെ തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ച് പോവുക. അങ്ങനെ മട്ടത്രികോണത്തിൻ്റെ കേസാണെങ്കിലും അത് അതേപോലെ തന്നെ ചോദിക്കുള്ളൂ. അതിൽ വ്യത്യസ്തമായിട്ടുള്ള മട്ടത്രികോണങ്ങൾ വരും. പക്ഷേ സമവാർഷിക മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ച് പോവുക. അപ്പോൾ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. ഉത്തരം നിർബന്ധമായിട്ടും കിട്ടണം. പിന്നെ ചില ചോദ്യങ്ങൾ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്ത് അപ്പം നിങ്ങൾ സമയം കളയരുത്. അത് അവസാനത്തേക്ക് മാറ്റി വെക്കുക. കാരണം ആ ഒരു ചോദ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 1 മാർക്കേ പോകുള്ളൂ. പക്ഷേ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് 10ഓ 15ഓ ചോദ്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ 15ഓളം മാർക്കുകൾ പോയി പോകും. അതുകൊണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക. ആദ്യത്തെ ഒരു അരമണിക്കൂർ എടുത്ത് പിന്നീടുള്ള അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ വട്ടമിട്ട ചോദ്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവസാനത്തെ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, ഇപ്പോൾ ആരാണെങ്കിലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്താണ്, ഈ 15 മിനിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യായിരിക്കും ആ സമയത്ത്? ഈ 1 മണിക്കൂർ കൊണ്ട് ഏകദേശം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ വട്ടമൊക്കെ നമ്മൾ ചെയ്തു നോക്കും. അവസാനം നമ്മളൊരു കണക്ക് കൂട്ടും. കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് കറക്കി കുത്താനുള്ള സമയമായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ 15 മിനിറ്റ് കറക്കി കുത്തരുത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയത് ശരിയായിട്ടുള്ള 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ഉറപ്പിച്ച് നിർത്തുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? 15 മിനിറ്റ് കറപ്പിച്ച് കുത്താനായിട്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് അതുവരെ ചിലപ്പോൾ ഒരു 80 മാർക്ക് നിങ്ങൾ ഓൾറെഡി ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് കറക്കി കുത്തിയതിൻ്റെ പേരിൽ ആ 80 എന്ന് പറയുന്നത് 70ഓ 60ഓ ആയി പോകാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ മാത്സിലെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കേണ്ട ചോദ്യങ്ങളാണ്. 2024 ചോദ്യമാണ്. വരാൻ പോകുന്ന LDC ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുക. അതായത് LDC പേപ്പറിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു മറ്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.